കേരളത്തിൽ ഏറ്റവും അധികമുള്ളതും അത്ര തന്നെ പാഴാക്കി കളയുന്നതുമായ കാർഷിക വിഭവമാണ് ചക്ക. കേരളത്തിന്റെ മുഖമുദ്രയായിരുന്ന നാളികേരം നഷ്ടപ്പെട്ടതുപോലെ ചക്കയും മലയാളിക്ക് അന്യമാവുകയാണോ? കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചക്ക കയറ്റുമതിയായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ചക്ക ഇറക്കുമതിയാണ് നടക്കുന്നത്. അതിർത്തി ജില്ലകളാണ് ഇതിൽ മുൻപന്തിയിൽ. റബ്ബർ അടക്കമുള്ള വാണിജ്യ വിളകളുടെ ഗണത്തിലേക്ക് എത്താനുള്ള ഗുണം ചക്കയ്ക്കുണ്ട്. ഇത് കേരളം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കർഷകർക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞു. ഇതിന്റെ സൂചനകളാണ് ഇരു സംസ്ഥാനങ്ങളിലെയും ഗ്രാമങ്ങളിൽ വേരുപിടിക്കുന്ന പ്ലാവ് തോട്ടങ്ങൾ. കർണാടകയിൽ നിന്നുള്ള ഈ കച്ചവടക്കാർ വന്ന ഇവിടുന്ന് ചക്ക കൊണ്ടുപോലുണ്ടായിരുന്നു, ചക്ക വിൽക്കാൻ വേണ്ടിയിട്ട്. ആ അവസ്ഥയ്ക്ക് അങ്ങനെ കുറവ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇപ്പോഴും ഈ പ്രാവശ്യം ചക്ക പ്ലാവുകൾ വന്നിട്ട് ലാലം ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ട്. എന്നുവെച്ചാൽ അവിടെ പ്ലാവ് വെച്ച് പിടിപ്പിച്ചെങ്കിലും 5-6 വർഷം കഴിയാണ്ട് ചക്ക കിട്ടില്ലല്ലോ. അപ്പോൾ പക്ഷെ അധികം വൈകാണ്ട് തന്നെ അവര് ചക്കയിൽ സ്വാശ്രയത്വം നേടുന്നുള്ളതിന്റെ സൂചന ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. തമിഴ്നാട്ടിലും എല്ലാ ഏരിയയിലും ചക്കയില്ല, പക്ഷെ ചില സ്ഥലങ്ങളിലുണ്ട്. തഞ്ചാവൂര്, ചിദംബരം, പണ്രുതി എന്നൊക്കെ പറഞ്ഞുള്ള പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ അവിടുത്തെ പല കൃഷിക്കാരും ചക്ക പ്ലാവ് വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നുവെച്ചാൽ അവർക്ക് ഇതിന്റെ ഗുണങ്ങൾ കൂടുതൽ മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ ചക്കയുടെ ഉൽപാദനം കുറഞ്ഞതിന് കാരണങ്ങൾ പലതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം കർഷകർക്ക് സാമ്പത്തികമായി ചക്കയെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്ലാവ് മരങ്ങൾ പൂർണ്ണമായും വിൽക്കുന്ന അവസ്ഥയുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പായാൽ മരങ്ങൾ മുറിക്കാൻ കഴിയില്ലെന്ന കാര്യം പ്രചരിപ്പിച്ച് ചെറുകിട കർഷകരിൽ നിന്ന് മരങ്ങൾ നിസ്സാര വിലയ്ക്ക് കൈക്കലാക്കുന്ന സംഘങ്ങളുമുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഈ തോട്ടത്തിൽ നല്ല പ്ലാവുണ്ട്. പക്ഷേങ്കിൽ പലരും എന്നോട് വന്ന് പറഞ്ഞു, ഇനി ഒരു 6 മാസം കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളാണ്, മരം മുറിക്കാനൊന്നും സമ്മതിക്കില്ല, മുറിച്ച് വിൽക്കുകയാണെങ്കിൽ നല്ല ലാഭമല്ലേ ഉള്ളത്, എന്തിനാണ് ഇവിടുത്തെ കുറച്ച് കഴിഞ്ഞാൽ ആർക്കും ഇല്ലാണ്ടാക്കി കളയേണ്ട എന്നുള്ള അഭിപ്രായത്തിൽ പലരും സമ്മതിച്ചു തന്നെ. ഞാൻ അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട്, മരം മുറിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മുറിച്ചില്ല, അങ്ങനെ നിർത്തിയിട്ടുണ്ട്. കൂടാതെ ചക്കകൾ പഴുക്കുന്ന കാലമായാൽ വന്യമൃഗങ്ങൾ തോട്ടങ്ങളിലെത്തും. ഇത് തടയാനായി മൂപ്പത്ത് മുമ്പേ ചക്ക വെട്ടി നശിപ്പിച്ചു കളയുന്ന കർഷകരുമുണ്ട്. ഇപ്പം ചക്ക എന്ന് വെച്ചാൽ പ്ലാവ് എല്ലാവരും മുറിച്ച് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ചക്ക കുറവാണ്. പിന്നെ കാട്ടാന ശല്യം, കുരങ്ങ് ശല്യം. അപ്പോൾ നമ്മൾ ചക്ക വളർത്താൻ നോക്കുമ്പോഴത്തേനും കുരങ്ങ് വന്ന് കാപ്പി ചെടി വള്ളിയും എല്ലാം നശിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ തന്നെ ചക്ക വെട്ടി കളയാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള ചക്ക. പിന്നെ ചക്കയ്ക്ക് പ്രത്യേകിച്ചൊരു വലിയ മാർക്കറ്റൊന്നും ഇവിടെ ഇല്ല. പശ്ചിമഘട്ട മലനിരകളിൽ ആദ്യമായി പ്ലാവ് കണ്ടെത്തിയത് വയനാട്ടിലാണെന്ന് കാർഷിക വിദഗ്ധർ പറയുന്നു. എന്നാൽ കർഷകർക്ക് ഗുണകരമായ രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. കേരളത്തിൽ ചക്കയുടെ ഉൽപാദനത്തിൽ കുറവുണ്ടെന്ന് മൊത്ത കച്ചവടക്കാർ തന്നെ പറയുന്നുണ്ട്. മരങ്ങൾ മുറിച്ചു വിൽക്കുന്നതാണ് പ്രധാന കാരണം. ഇപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ തോട്ടങ്ങളൊക്കെ കുറേ പ്ലാവൊക്കെ മുറിച്ചു പോയതുകൊണ്ട് കുറച്ചൊരു ടൈറ്റ് വരും എന്നല്ലാതെ, എന്നാലും ചക്ക ഉണ്ട്. ഇപ്പോൾ ചക്ക ആയി വരുന്നല്ലേ ഉള്ളൂ. ഈ 1 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്ക ഇഷ്ടംപോലെ ആവും. നമ്മളിവിടെ ചക്ക ആരും ഉപയോഗിക്കുന്നില്ലല്ലോ, ആർക്കും വേണ്ട. ചക്കയും വേണ്ട, ചക്കക്കുരും വേണ്ട, ഒരു സാധനം വേണ്ട. പ്ലാവിനെ ഒരു കാർഷിക വൃത്തിയായി കാണാൻ ഇനിയും കർഷകർക്ക് സാധിച്ചിട്ടില്ല. 1-2 ചക്കകളാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും ഇതിന് വിപണി കണ്ടെത്തുക എന്നതാണ് വലിയ ബുദ്ധിമുട്ട്. കൂടാതെ ഇത് പറിച്ചെടുക്കാനും നന്നാക്കി ഉപയോഗിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ വേറെയും. ഇവയെല്ലാമാണ് കർഷകരെ ചക്ക കൃഷിയിൽ നിന്ന് അകറ്റുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ പ്ലാവുകളിലുള്ള ചക്ക വളരെ സ്വാദിഷ്ടമാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ നമ്മളുടെ ചക്ക കൊണ്ടുപോയിട്ട് വളരെയധികം വിപണനം നടത്തുന്നത്. 200, 300, 400 രൂപ വരെ ഒരു ചക്ക മുറിച്ച് വിറ്റ് ഉണ്ടാക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. കാരണം ചുളയ്ക്കാണ് വില. 50 പൈസയോ 1 രൂപയോ ഒരു ചുളയ്ക്കാണ് വില പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഗുണമുള്ള പ്ലാവുകളുടെ ഇനങ്ങൾ കണ്ടുപിടിച്ച് അതിനെ ഗ്രാഫ്റ്റ് തയ്യാറാക്കി 3 വർഷം കൊണ്ടോ 4 വർഷം കൊണ്ടോ ഫലമുണ്ടാകുന്ന രീതിയിലുള്ള കൃഷിരീതിയും അതിൻ്റെ ഇനങ്ങൾ വികസിപ്പിക്കലും വർദ്ധിപ്പിക്കലും കൃഷിരീതി വർദ്ധിപ്പിക്കലും ഒക്കെ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. പ്ലാവ് താങ്ങവൃക്ഷമായി വളർത്തുമ്പോൾ 2-3 ഗുണങ്ങൾ വേറെയുണ്ട്. ഒന്ന്, അതിന് ചക്ക കിട്ടും. രണ്ടാമത്തെ കുറേ കാലം കഴിയുമ്പോൾ നല്ല ടിമ്പർ കിട്ടും. മൂന്നാമത്തത്
പശുക്കൾക്കും ആടുകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമീകൃത ആഹാരമാണ് ഇതിൻ്റെ ഇലകളും തണ്ടുമൊക്കെ. അപ്പോൾ ആ രീതിയിൽ മൾട്ടി പർപ്പസ് മരമായിട്ട് നമുക്ക് ഈ പ്ലാവിനെ മാറ്റാൻ പറ്റുന്നതാണ്. കുറച്ച് വൈകിയാണെങ്കിലും പ്ലാവിനെയും ചക്കയെയും സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് കാർഷിക ഗവേഷണ കേന്ദ്രം മുന്നോട്ട് വന്നിട്ടുണ്ട്. ബൃഹത്തായ പദ്ധതിയാണ് ചക്കയെ സംരക്ഷിക്കാൻ ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയിട്ടുള്ളത്. ചക്കയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിയാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സംബന്ധിച്ച പദ്ധതി കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുമുണ്ട്. കാർഷിക മേഖലയെ തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കാൻ ചക്ക മാത്രം മതിയെന്നാണ് ഇവരുടെ പക്ഷം. വയനാട്ടിൽ മാത്രമായിട്ട് നമുക്ക് ഉള്ള പ്ലാവുകളിലുള്ള ചക്ക മുഴുവനായിട്ട് മൂല്യവർദ്ധനവ് നടത്തിയാൽ ഒരുപക്ഷെ ഒരു 3000 കോടി രൂപ ഒരു വർഷം പ്രതിവർഷം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ചക്കകളുടെ അല്ലെങ്കിൽ പ്ലാവിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നത്തിൻ്റെ ഒരു 50% പോലും ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നേരിട്ട് വിൽപ്പന നടത്തുന്നതല്ലാതെ അത് മൂല്യവർദ്ധനവ് നടത്തുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു എഫർട്ടും ഇതുവരെ നടന്നിട്ടില്ല. ഓരോ വർഷവും വയനാട്ടിൽ ഉറവ് നടത്തുന്ന ചക്ക മഹോത്സവങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് കിട്ടുന്നത്. ചുരുക്കം ചില മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഉറവ് നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൂടാതെ ചെറിയ വനിതാ ഗ്രൂപ്പുകൾക്കുള്ള പരിശീലനവും ഇത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ചക്കയെ കേരളത്തിൽ പിടിച്ചു നിർത്താനും കർഷകർക്ക് ജീവിതോപാധിയാക്കി മാറ്റാനുമുള്ള പ്രവർത്തനങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ ആണെന്നതാണ് ആശ്ചര്യകരം. കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കുള്ള പ്രതിവിധിയായാണ് ചക്കയെയും ചക്കയുടെ ഉൽപ്പന്നങ്ങളെയും കാർഷിക ഗവേഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്ലാവ് കൃഷി വ്യാപിപ്പിക്കുമ്പോൾ കേരളത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശുഭസൂചനയാണ് നൽകുന്നത്.